ഹലോ ഹായ്. ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള നമുക്കെല്ലാം സുലഭമായിട്ട് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. ഇതുപോലെ വീണെല്ലാം കിടന്ന് പോകുന്നുണ്ടാവും, കുറേ നശിച്ചു പോയി. ഞാൻ 2 ദിവസം മുന്നേ പറിച്ചെടുക്കണം വിചാരിച്ചു, പക്ഷേ പറ്റിയില്ല. അതുകൊണ്ട് കുറേ വീണുപോയി. എന്നാലും മുകളിലേക്കൊക്കെ കുറേ ഉണ്ട്. അപ്പോൾ നമുക്കിത് വെച്ച് ഒരടിപൊളി റെസിപ്പി ഉണ്ടാക്കാം കേട്ടോ. വെൽക്കം ബാക്ക് ടു Vtube ചാനൽ. അപ്പോൾ ഇതുവരേക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഒന്ന് ബെല്ലൈക്കൺ അമർത്തുക. അതുപോലെ പിന്നെ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി അമർത്തുക. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ എത്തുന്നതാകുന്നു. അപ്പോൾ നമുക്ക് ഇനി അധികം വൈകിക്കാതെ നേരെ റെസിപ്പിയിലേക്ക് പോകാം. ഇതാ ഇത്രയും പുളി ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിലുള്ള 2 സൈഡിലെയും ഇത് പൂ പോലത്തെ സാധനം ഉണ്ടല്ലോ, ഇതൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കണം. എന്നിട്ട് ഒന്ന് നടുച്ചീന്തി എടുക്കണം. അങ്ങനെ നടുച്ചീന്തി എടുത്തിട്ട് നമ്മൾ കുക്കറിലിട്ട് വേവിക്കുന്നു ഇത്. അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് നടുച്ചീന്തി എടുത്തിട്ട് വരാം. പുളിയെല്ലാം ഇപ്പം ഞാനിതാ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്, ഒന്ന് നടുച്ചീന്തിയിട്ടുണ്ട്. 70 പുളിയാണ് ഞാൻ എടുത്തത് കേട്ടോ. എണ്ണി എടുത്തതാണ്, തൂക്കിയിട്ടൊന്നുമില്ല. തൂക്കം ഏകദേശം 1 കിലോ, എന്തായാലും 1 കിലോന് മേലെ ഉണ്ടാവുമായിരിക്കും, അറിയില്ല. അപ്പോൾ അതിലേക്ക് ഞാനൊരു 6 ആണി ശർക്കര എടുത്തിട്ടുണ്ട്. 6 ആണി ശർക്കര ഇതാ ഇങ്ങനത്തെ ആണിയാണ് കേട്ടോ. ഇതെന്തായാലും ഒരു 50 ഗ്രാം എന്തായാലും ഉണ്ടാവും, 50 ഗ്രാമിൻ്റെ മേലെ ഉണ്ടാവുമായിരിക്കും. അത്രയും ശർക്കര എടുത്തിട്ടുണ്ട്. 250 ml വെള്ളം. ഇനി ഈ ശർക്കരയെല്ലാം ഒന്ന് ചെറുതാക്കി കൊത്തിയരിഞ്ഞ് പുളീൻ്റെ അടിയിലിട്ട് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മേലെ പുളിയിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് 2 വിസിൽ വരണം. അത്രയും ചെയ്തിട്ട് വരാം. ശർക്കരയെല്ലാം ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിതാ ഇങ്ങനെ ചെറിയൊരു ഉരക്കല്ലിൽ വെച്ച് കുത്തിപ്പൊടിച്ചെടുത്തതാണ് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ കത്തി കൊണ്ട് ചെത്തിയിട്ട് എന്ത് വേണേൽ ചെയ്യാം. അപ്പം ഞാൻ ഇതിൻ്റെ അടിയിൽ ഒരു 4-5 പുളി നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഈ ശർക്കര അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ശർക്കര ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ നമുക്ക് പുളി ഇടാം. പുളി ഇട്ടിട്ട് ഞാൻ 1 ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചില്ലേ, 250 ml, അതാ ഈ വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് കുക്കർ അടച്ചിട്ട് 2 വിസിൽ വരുത്തണം. കുക്കർ 2 വിസിൽ കേട്ടോ. ഇതാ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുക്കറിൻ്റെ വെയിറ്റ് ഇട്ടിട്ടില്ല. എന്താ അറിയോ, നമുക്ക് ഇവിടെ നോസിൽ കൂടെ എയർ വരണം. അപ്പോഴാണ് നോസിൽ അടഞ്ഞിട്ടില്ല എന്ന് അറിയാം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഉള്ളിൽ കൂടെ ഊതി നോക്കുക. എന്നിട്ട് നമ്മൾ വെളിച്ചത്തേക്ക് നോക്കണം. നമ്മൾ വെളിച്ചം കാണുന്നുണ്ടെങ്കിൽ അതിലൊന്നും ബ്ലോക്ക് ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. ഞാനിപ്പോൾ ഇത് അതിലൂടെയെല്ലാം നോക്കി ഉറപ്പ് വരുത്തിയതാണ്, ഒന്നുമില്ല എന്ന്. അപ്പം ഞാനിനി വെയിറ്റ് ഇടുകയാണ്. ഇനി 2 വിസിൽ വരട്ടെ. ഇതാ 1 വിസിൽ വന്നു. ഇനി നമുക്ക് 1 വിസിലും കൂടി വന്നാൽ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതാ 2ാമത്തെ വിസിലും വന്നു. ഇനിയിപ്പോൾ ഞാനിതാ സ്റ്റൗ ഓഫ് ചെയ്യാണ് കേട്ടോ. ഇനി ഇതൊന്ന് തണുക്കട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് 1-2 ജോലി ചെയ്യാനുണ്ട്. 1-2 ജോലി എന്ന് പറഞ്ഞാൽ കുറച്ച് കടുക് പിന്നെ ഉലുവ, ഇത് രണ്ടും ഒന്ന് ഡ്രൈ ഫ്രൈ ചെയ്യണം. അതായത് എണ്ണയൊന്നും ഒഴിക്കാതെ നമ്മൾ ഒരു ചട്ടിയിലിട്ട് വറുത്തെടുക്കുക കേട്ടോ. വറുത്ത് അത് പൊടിച്ചെടുക്കണം. ഞാനത് ചെയ്യാനുള്ളത് നോക്കാം. നമ്മൾ പുളിയെല്ലാം ഇപ്പോൾ 2 വിസിലൊന്ന് നമ്മൾ തണുക്കാൻ വെച്ചല്ലേ, ഇപ്പം എല്ലാം നല്ലപോലെ തണുത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഇരുമ്പിൻ്റെ ചീഞ്ചട്ടിയാണേ. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഉണ്ടാക്കിയ പുളിയും വെള്ളവും എല്ലാം കൂടെ ഒഴിച്ച് വെക്കണം. ഇനി ഇത് കിടന്ന് നല്ല പോലെ ഒന്ന് തിളച്ച് വെള്ളമൊക്കെ വറ്റി വരണം കുറച്ച് കേട്ടോ. അപ്പം ഞാനൊരു ചിരട്ടക്കൈയിലാണ് ഇതിലിടുന്നത്. ഇപ്പം നമ്മൾ ഇളക്കണം എന്നൊന്നുമില്ല, കുറച്ച് കഴിയുമ്പം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം നല്ല ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഒന്ന് തിളയ്ക്കുന്നവരെ ഫുൾ ഫ്ലെയിം ഇടുക, ഹൈ ഫ്ലെയിമിൽ. അത് കഴിഞ്ഞിട്ട് മീഡിയം ഫ്ലെയിം ഇട്ടാലും മതി കേട്ടോ. ഇതിലേക്ക് ഇനി കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ വേണം. ഞാൻ അതൊന്ന് റെഡിയാക്കട്ടെ. നമ്മുടെ പുളി ഇതാ തള വരുന്നുണ്ട് കേട്ടോ, ശർക്കരയും പുളിയും കൂടി വേവിച്ചത്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിതാ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 1 സ്പൂണ്
ഉലുവ വറുത്തെടുക്കണം. ഉലുവ ഡ്രൈ റോസ്റ്റാണ് കേട്ടോ, എണ്ണയൊന്നും ആക്കണ്ട. ഇങ്ങനെ ഒന്ന് ഉലുവ അധികം കരിഞ്ഞു പോകരുത്, ഒന്ന് ചുവന്ന് വരുമ്പം ഓഫാക്കണം. അല്ലെങ്കിൽ അന്ന് ചുവന്ന് വരുമ്പോൾ അത് മാറ്റിയിട്ട് ഇതിലേക്ക് ഇതുപോലെ ഇനി ഒരു സ്പൂണ് കടുകും കൂടെ ഇട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഉലുവ പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ, നല്ലപോലെ ചുവന്നിട്ടുണ്ട്. അത് മതി, അധികമായാൽ കരിഞ്ഞു പോകും. എന്നിട്ട് ഞാനതിന് ഒരു ഇടിക്കുന്ന ഉരലിലേക്കാണ് മാറ്റുന്നത്. ഇതിലിട്ടിട്ടാണ് നമ്മൾ ഇടിച്ചെടുക്കുന്നത്, പൊടിയാക്കുകയാണ് കേട്ടോ. കുറച്ചല്ലേ ഉള്ളൂ, മിക്സിയിലൊന്നും ഇടാൻ മാത്രമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഇതിൽ തന്നെയാണ് പൊടിച്ചെടുക്കുന്നത്. അതുപോലെ ഇതാ ഇനി കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. ഇതിന് തന്നെ ഒരു സ്പൂണ് കേട്ടോ, ഒരു സ്പൂണ് കടുക് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ ഓഫാക്കണം. ഇതും ഉലുവേൻ്റെ കൂടെ പൊടിച്ചിട്ട് ഇതിൽ ചേർക്കാനുള്ളതാണ്. എന്താ കടുക് പൊട്ടി വരുന്നുണ്ട്, കരിയാൻ പാടില്ല കേട്ടോ. കരിഞ്ഞാൽ ഒരു കയ്പ്പ് രസമായിരിക്കും. അത് മതി, ഇത്രയും മതി. ഇനി സ്റ്റവ് നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ആ ചൂട് തന്നെ അത് പൊട്ടുന്നുണ്ട്. സ്റ്റവ് ഞാൻ ഓഫ് ചെയ്ത കേട്ടോ. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് പൊടിച്ചെടുക്കാം നമുക്ക്. ഞാനൊന്ന് പൊടിച്ചെടുക്കട്ടെ. നമ്മൾ പുളി ഇതാ ഇപ്പം നല്ലപോലെ തിളയ്ക്കുന്നുണ്ട് കേട്ടോ. ഇതാ നമ്മുടെ പുളി ഇപ്പം നല്ലപോലെ തിളയ്ക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു 5-6 മിനിറ്റ് അതുപോലെ ഹൈ ഫ്ലെയിമിൽ തന്നെ ആക്കിയാൽ കുറച്ച് വേഗം വെള്ളം വറ്റി കിട്ടുമല്ലോ. പിന്നെ നമുക്കത് സിമ്മാക്കാം. എന്നിട്ട് സിമ്മിൽ കിടന്ന് അങ്ങനെ വേവട്ടെ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഈ പൊടിച്ച് വെച്ച നമ്മുടെ എന്താ പറയുക ഉലുവ കടുക് പൊടി ഉണ്ടല്ലോ, ഇതാ ഇത് ഞാൻ ഇപ്പോൾ തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഉലുവയും കടുകും ഒന്ന് വറുത്ത് പൊടിച്ചേണ്ട. ഇതിപ്പോൾ അധികം കരിഞ്ഞിട്ടുമില്ല, പൊടിയായും ഇല്ല, വേവും ചെയ്ത് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതങ്ങ് ആഡ് ചെയ്യുന്നു. ഇതാ ഇതിലേക്ക് ഒരു സ്പൂണ്, ഇതാ ചെറിയ സ്പൂണാണ്, അതിന് ഒരു സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ അതിൽ കിടന്ന് വെന്ത് ഒന്ന് കുറുകി വരണം കേട്ടോ. അപ്പോൾ ഇത് കുറച്ചുകൂടി വെള്ളം വറ്റട്ടെ. അപ്പം ഞാൻ ഇനിയും കാണിച്ചു തരാം എങ്ങനെയാണ്, ഏത് രൂപത്തിലാണ് നമ്മളിത് എടുക്കേണ്ടതെന്ന്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, കുറച്ചായി ഇളക്കണം എന്നൊന്നുമില്ല. ഇനി എല്ലാം കൂടെ ആയി കിടന്ന് വേവട്ടെ. പിന്നെ അതിലേക്ക് ഒരു നുള്ള് ഉപ്പ് കൂടെ നമ്മൾ ആഡ് ചെയ്യണം. ഇതാ ഒരു നുള്ള് ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മധുരം, പുളി, എരിവ്, ഉപ്പ് എല്ലാം കൂടിയുള്ള ഒരു ടേസ്റ്റ് ആയിരിക്കും ഇതിന്. ഇതൊന്നുകൂടെ വറ്റി വരട്ടെ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതിൻ്റെ ഏത് രൂപത്തിലാണ് നമ്മളിത് അടുപ്പത്ത് നിന്ന് ഇറക്കി വെക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതെല്ലാമാണ് എനിക്കൊരു മോട്ടിവേഷൻ. അതുകൊണ്ട് ഇനിയും പുതിയ വീഡിയോസൊക്കെ ചെയ്യണമെങ്കിൽ നമുക്കൊരു പ്രചോദനം വേണ്ടേ. അപ്പം നിങ്ങൾ എൻ്റെ വ്യൂവേഴ്സാണ്, എൻ്റെ പ്രൊമോട്ടേഴ്സ്. എന്നെ പ്രൊമോട്ട് ചെയ്യുന്നത് അവർ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് ഇതിനിയും കുറച്ചുകൂടെ കുറുകി വരട്ടെ. ഇതാ ഇപ്പോൾ വെള്ളമെല്ലാം വറ്റി റെഡി ആവുന്നുണ്ട് കേട്ടോ. കുറച്ചുകൂടെ ഒന്ന് വെള്ളം വറ്റണം, പക്ഷേ ഒരുപാട് ഉണങ്ങിപ്പോണ്ടേ. കുറച്ചുകൂടെ വെള്ളം വറ്റിയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഇത് മാത്രമൊന്നുമല്ല, ഞങ്ങളിവിടെ ഓർക്കാപ്പുളി എന്നാണ് പറയുക. പല സ്ഥലത്തും പല പേരാണല്ലോ. 6 നാട്ടിൽ 100 ഭാഷ എന്ന് പറഞ്ഞ പോലെ ഇരുമ്പിപ്പുളി, ഓർക്കാപ്പുളി, പിലിമ്പിക്ക എന്നൊക്കെ പറയും. അപ്പോൾ ഇതിൽ ധാരാളം ഇരുമ്പ് സത്ത് അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് പച്ചടി വെക്കാം നമുക്കിതുകൊണ്ട്, അച്ചാറിടാം, ഇനി വെറും കറിയും വെക്കാം. തേങ്ങയും മുളകെല്ലാം അരച്ചിട്ട് കറിയും വെക്കാം. അതുമാത്രമല്ല, പിന്നെ നമ്മൾ പാത്രങ്ങളിലൊക്കെ കറയുണ്ടെങ്കിൽ വാഷ് ബേസിൻ അതൊക്കെ വൃത്തിയാക്കാനും ഈ പഴുത്തൊരു ഇരുമ്പിപ്പുളീനെ കൊണ്ട് പറ്റും. വസ്ത്രത്തിലെ കറ പോവാൻ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? കറയുള്ള ഭാഗം, അതായത് പ്രത്യേകിച്ച് വാഴക്കറയെല്ലാം എന്ത് ചെയ്താലും പോവാത്തൊരു സാധനമാണ്. വാഴക്കൃഷിയുള്ളവർക്കറിയാം അത് എങ്ങനെയായാലും വസ്ത്രത്തിലായാൽ വാഴക്കറ പോവില്ല. അപ്പോൾ ഈ പിലിമ്പിപ്പുളി
ഒരു കഷ്ണം മുറിച്ചിട്ട് ഈ കറയുള്ള ഭാഗത്ത് നല്ല പോലെ ഒരതി കൊടുക്കുക. ഒരതിയിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് സാധാരണ സോപ്പിട്ട് ഒന്ന് നല്ലോണം കല്ലിലിട്ട് ഉരച്ച് കഴുകുക. അങ്ങനെ 1-2 പ്രാവശ്യം ചെയ്താൽ ആ കറ പരിപൂർണമായിട്ടും പോകും കേട്ടോ. അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത് ഇത്രയും ഉറപ്പിച്ച്. ഒരു പ്രാവശ്യമൊന്നും പോകില്ല കേട്ടോ. ഒന്നാമത്തെ പ്രാവശ്യം കുറച്ച് ഫെയ്ഡായി വരും കറിയെല്ലാം, പിന്നെ 1-2 പ്രാവശ്യം കഴിഞ്ഞാൽ അതങ്ങ് പോകും. അപ്പോൾ അതുകൊണ്ട് ഇത് മാത്രമല്ല പല ഗുണങ്ങളുമുണ്ട് കേട്ടോ. നമുക്ക് ഇനി ഇത് എന്ത് ചെയ്യണം, ഒരു ഗ്ലാസ് ബോട്ടിലാണ് സൂക്ഷിക്കേണ്ടത് കേട്ടോ. ഇത് ഇനി ഒന്ന് തണുക്കട്ടെ. തണുത്തിട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. ബൗളിലേക്ക് മാറ്റിയിട്ട് പിന്നെ നമ്മൾ ചോറിൻ്റെ കൂടെയോ നെയ്ച്ചോറിൻ്റെ കൂടെയോ ബിരിയാണീൻ്റെ കൂടെയോ ചപ്പാത്തീൻ്റെ കൂടെയോ ബ്രെഡിൻ്റെ കൂടെ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടമായിരിക്കും കേട്ടോ. ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരാൾക്ക് സെർവ് ചെയ്തിട്ട് അവരോട് ചോദിക്കുക ഇത് എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് പറയാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. കാരണം അത്രയും ടേസ്റ്റിയാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇത് വീണ് അലിഞ്ഞു പോകുന്ന സമയമാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് എല്ലാവരും കുറച്ച് ഉണ്ടാക്കിയിട്ട് എടുത്ത് വെക്കുക. അത് നമുക്ക് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ 1 മാസമൊക്കെ സൂക്ഷിക്കുക കേട്ടോ. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പുറത്താണെങ്കിൽ ഒരാഴ്ചയൊക്കെ എന്തായാലും നിൽക്കും. കാരണം ഇനി നല്ല പുളിയുള്ളത് സാധനമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇനിയും പുതുപുത്തൻ വിഭവമായിട്ട് ഞാൻ നിങ്ങൾക്ക് വരും. നിങ്ങളുടെ അടുത്ത് എത്തുന്നതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇനി ഞാനിതെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു ഗ്ലാസിൻ്റെ പാത്രം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കോരി ഒഴിക്കുകയാണ്. എന്നിട്ട് തണിഞ്ഞിട്ട് നമുക്ക് ബോട്ടിലാക്കിയിട്ട് സൂക്ഷിക്കാം.